സിറിയക്കാരനായിട്ടുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ടായിരുന്നു. 2008 മുതൽ 2011 വരെ അബുദാബിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരു സിറിയൻ സുഹൃത്ത്. വളരെ സൗമ്യനും അതുപോലെ തന്നെ വളരെ പരോപകാരിയുമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആ സിറിയൻ സ്വദേശി. കാരണം ഞങ്ങൾ കുറച്ച് ക്യാമ്പ് ഏരിയയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള പണം അയക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പണം എടുത്തുകൊണ്ട് വരുന്നത്, അന്ന് സാലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാർഡ് അവൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുഹൃത്തായിരുന്നു സിറിയൻ സ്വദേശി. അന്ന് അദ്ദേഹം സിറിയയിൽ നടക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഏകാധിപത്യ ഭരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച്, അവിടെ ഞങ്ങളാണ് ഭൂരിപക്ഷമെന്നും അവിടെ ഭരിക്കുന്ന ബഷർ അൽ അസദിൻ്റെ പാർട്ടി വളരെ ന്യൂനപക്ഷമാണെന്നും കുറേ കാലമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവുമാണ് ആ രാജ്യം ഭരിക്കുന്നതെന്നും അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ പോരാട്ടം നടത്തി സിറിയയെ മോചിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ 2009-10 കാലഘട്ടങ്ങളിൽ മുഹന്നദ് എന്ന് പറയുന്ന സിറിയൻ സുഹൃത്ത് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വലിയ വിപ്ലവം അറബ് രാജ്യത്ത് മൊത്തം മുല്ലപ്പൂ വിപ്ലവം ഒക്കെ നടന്ന് ലിബിയയിലും ഈജിപ്തിലുമൊക്കെ ഭരണം പിടിച്ചെടുക്കുകയും അതൊക്കെ പിന്നീട് എല്ലാം ചരിത്രമാണ്. അതെല്ലാം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായ ഉത്തരമില്ല. ഇപ്പോൾ സിറിയയിലും ഒരു ഒരു അതേപോലെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ അവിടെയും ഇത് എങ്ങോട്ടെത്തും എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. കാരണം ഇത്തരം ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ കുത്തഴിഞ്ഞ രീതിയിലുള്ള ഭരണ സംവിധാനമാവും. അപ്പോൾ പല തരത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പോരാട്ടം ഇപ്പം നടന്നിട്ടുണ്ടാവുക. ഏതായാലും ഞാൻ എൻ്റെ സിറിയൻ സുഹൃത്ത് മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വായിക്കുകയാണ്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2010-2011 വർഷത്തിലാണെന്നാണ് ഓർമ്മ. അബുദാബിയിൽ കൂടെ ജോലി ചെയ്തിരുന്ന സിറിയൻ സുഹൃത്ത് സിറിയയിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പോരാട്ടത്തെപ്പറ്റി വളരെ വാചാലനായിരുന്നു. ബഷർ അൽ അസദും പിതാവും പതിറ്റാണ്ടുകൾ ഏകാധിപത്യ ഭരണം തുടർന്ന സിറിയയുടെ മോചനമായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടുത്തെ സുന്നി ഷിയ വിഷയവും ഇതിൻ്റെ പ്രധാന കാരണമാണ്. അവിടുത്തെ ജനസംഖ്യയിൽ വളരെ കുറവുള്ള ഷിയ വിഭാഗത്തിൽ നിന്ന് തന്നെ തീരെ കുറവായ അലവി ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ബഷാറുൽ അസദ്. 85% വരുന്നവരും സുന്നികളാണെന്നും ആയതിനാൽ ഞങ്ങൾ ഭരണത്തിലെത്താൻ പോകുന്നുവെന്ന അമിതമായ ആത്മവിശ്വാസവും സന്തോഷവും സിറിയൻ സ്വദേശി അന്ന് പങ്കുവച്ചിരുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ നിലയിലുള്ള സമരങ്ങളും അധികാരമാറ്റങ്ങളും ഈ കാലയളവുകളിലോ ശേഷമോ സംഭവിച്ചതായി കാണാം. എന്നാൽ ഏകദേശം 2012 കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കും എന്ന് തോന്നിയ ഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കടന്നുവരവും അറിഞ്ഞോ അറിയാതെയോ സിറിയൻ പോരാളികൾക്ക് IS നിറം ലഭിക്കുക കൂടി ചെയ്തതോടെ ലോകരാജ്യങ്ങൾ പോലും തീവ്രവാദ ബന്ധം ആരോപിച്ചു ഈ സമരത്തെ വേറൊരു തരത്തിൽ എത്തിച്ചു എന്നതാണ് വസ്തുത. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രം. ബഷാറുൽ അസദിനെ തുരത്താൻ ഇറങ്ങിയവർ തീവ്രവാദികളായി മാറി. എന്നാൽ മുഹന്നദ് അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ഒരുപക്ഷെ അവരുടെ സമരത്തെ IS ഹൈജാക്ക് ചെയ്തോ അല്ലെങ്കിൽ ആസൂത്രിതമായി മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ പിന്നീട് സിറിയൻ സുഹൃത്തിനെ ജോലി മാറിയതിനു ശേഷം കാണാനും കഴിഞ്ഞതില്ല. വളരെ സൗമ്യനും പരോപകാരിയുമായ കമ്പനിയിലെ ഡ്രൈവറായിരുന്ന മുഹന്നദ് അന്ന് പറഞ്ഞ വിപ്ലവ സമര കാരണങ്ങൾ തികച്ചും ന്യായമായി എനിക്ക് തോന്നിയത് അത് പറഞ്ഞത് മുഹന്നദ് ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പോരാട്ടത്തിന് IS നിറമുണ്ടായപ്പോൾ എന്നിൽ അത്ഭുതം ഉണ്ടായതും. ഏതായാലും അവിടെ ഒരു അട്ടിമറി സംഭവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് മുഹന്നദ് അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മുഖത്തുണ്ടായ ആവേശം, ആത്മവിശ്വാസം അതെല്ലാം ഏറെക്കുറെ ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സിറിയ ഇപ്പോൾ മുഹന്നദ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു അവൻ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറിയയിൽ ഇപ്പോൾ ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. ബഷാർ അൽ അസദ് നാട് വിട്ടിരിക്കുന്നു. 55 വർഷക്കാലം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഭരിച്ച സിറിയ ഇപ്പോൾ അവിടുത്തെ സ്വദേശികളായിട്ടുള്ള ആളുകളുടെ കൈകളിലാണ്. പ്രശ്നം ഈ വിവിധ ഗ്രൂപ്പുകൾ അവിടെ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പോരാട്ടം നടത്തിയിട്ടുള്ളത്. ഇനി ആര് ഭരിക്കും സിറിയ എന്നുള്ളതും സിറിയ ഭരിക്കുന്ന ഗ്രൂപ്പുകൾക്ക് മറ്റു രാജ്യങ്ങൾക്കുള്ള താല്പര്യങ്ങളുണ്ട് എന്നുള്ളതും, പ്രത്യേകിച്ച് അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേൽ, ഒരു ഭാഗത്ത് തുർക്കി, ഇവരെല്ലാം തന്നെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ മൂലം ഈ സിറിയയിൽ കണ്ണുള്ളവരാണ്.
അത് ഏത് നിലയിൽ സിറിയയുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്.